രാവിലെ തന്നെ ആദർശ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പവിത്രനെ. അപ്പോഴേക്കും ഇത് കേട്ട് അങ്ങോട്ടേക്ക് നയന വരുമ്പോഴേക്കും ആദർശ് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുന്നുണ്ട്. നയന ചോദിക്കുകയാണ് ആരാ ഫോണിലെന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് മാറ്റി പിടിച്ചിട്ട് എല്ലാം നിങ്ങളുടെ പറയേണ്ട കാര്യമുണ്ടോ, മര്യാദയ്ക്ക് എന്നെ മുറി വിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വീണ്ടും ആദർശ് പവിത്രനെ കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് നേരെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവിടെ മുത്തശ്ശനും ജയനും ഒക്കെ കാണും. എന്നിട്ട് ആദർശം വന്നിട്ട് പറയാണ് ഇനി ആ പവിത്രനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം, ആ ഡിസൈൻ അത്രയ്ക്ക് പോരാല്ലേ, പക്ഷേ കുറച്ചായിട്ട് ആ ഡിസൈൻസൊക്കെ നല്ലതായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അത് പല സമയത്ത് ആ പെണ്ണ് പല വിചാരമാണ്. കാരണം ഡിസൈൻസൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എപ്പോഴും മൊബൈൽസിൽ റീൽസും ചാറ്റിങ്ങും ഒക്കെ ആ പാണേ. അതുകൊണ്ട് തന്നെ ഒന്നും കൃത്യസമയത്തൊന്നും ചെയ്ത് തരുന്നുമില്ല. 2-3 ദിവസമായിട്ട് ഞാനൊരു പ്രൊജക്റ്റിൻ്റെ കാര്യം പറഞ്ഞത് അവളോട്, അതൊന്നും തന്നെ ചെയ്ത് ഇതുവരെ തന്നിട്ടില്ല. അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ദേഷ്യം വന്നതാ. ഞാൻ ഇന്ന് ഫൈനൽ റിസൾട്ട് തരണമെന്ന് പറഞ്ഞിട്ടാ അവളെ ഏൽപ്പിച്ചിട്ട് വന്നത്, പക്ഷേ ഇതുവരേക്കും ഒന്നും ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് ആദർശം ഞാൻ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും എന്ത് ചെയ്യാനാ, ആര് ചെയ്തിട്ടും കാര്യമില്ല. ഇനി കൃത്യം 1 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ. അതിനിടയിൽ ആ ഡിസൈൻസ് എങ്ങനെ ചെയ്തെടുക്കും, എനിക്കൊരു എത്തുപിടിയും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് അതിനെന്താ നയനവളുണ്ടല്ലോ അവൾ ചെയ്തോളൂ എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയാണ് അത് വേണ്ട മുത്തശ്ശ, ഞാൻ തന്നെ ചെയ്തോളാം, ഇതെൻ്റെ അഭിമാന പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് അച്ഛാ, ഇതിനു മുമ്പ് ഇവിടെ നമ്മുടെ കമ്പനിയിൽ എന്താ ഡിസൈൻസ് ഒന്നും ആരും ചെയ്തിട്ടില്ലേ, നയന മാത്രമേ ഉള്ളൂ ഡിസൈനറായിട്ട്. പല പ്രാവശ്യം എല്ലാവരും പറഞ്ഞു അവൾ നമ്മൾ രക്ഷിച്ചു എന്ന്. പൊട്ടക്കണ്ണൻ്റെ മാവേലിയർ പോലെ ചില സമയത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് കാര്യമുണ്ടോ, ഇതൊക്കെ വലിയ ഡിസൈൻസ് അല്ലേ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് നീ എന്തറിഞ്ഞിട്ടാ ദേവയാനി നീ സംസാരിക്കുന്നത്, നിനക്കൊരു വരയെങ്കിലും വരയ്ക്കാൻ അറിയോ, ഇല്ലല്ലോ, പിന്നെ നീ കൂടുതൽ ഡിസൈനെ കുറിച്ച് സംസാരിക്കാൻ നിൽക്കേണ്ട. നയനമോളെ വരച്ച ഡിസൈൻസൊക്കെ നീ ഒന്ന് കാണാമായിരുന്നു, അത്രയ്ക്ക് മനോഹരമായിരുന്നു. വർഷങ്ങളെടുത്ത പവിത്രയൊക്കെ ഡിസൈനിങ് പഠിച്ചിട്ട് നമ്മുടെ കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കയറിയവളാണ്. അതിനേക്കാളും ബെറ്ററാ നയനമോളുടെ ഒരു വര, അത് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനയ്ക്ക് ഒന്നും മിണ്ടാൻ നിൽക്കാൻ കേട്ടോ. ആദർശ് പറയുന്നുണ്ട് നയന വരച്ചത് മോശമാണെന്ന് പറഞ്ഞിട്ടല്ല, എങ്കിൽ പോലും ഈ ഡിസൈൻ ഞാൻ പവിത്രോട് ചെയ്യാൻ പറഞ്ഞതല്ലേ, എന്നിട്ടൊന്നും ഇതുവരെ ആയിട്ടില്ല, അതാ എനിക്ക് ദേഷ്യം എന്ന് പറയുന്നുണ്ട്. അവളെ എങ്കിൽ പിന്നെ ആ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ. അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട് അച്ഛാ, 2 പേരെയും കൂടി 2 ഡിസൈനേഴ്സിനെയും കൂടി കണ്ടെത്തണം, അത് കഴിഞ്ഞിട്ട് വേണം പവിത്രനെ പറഞ്ഞിടാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ല, നയന ഇവിടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ പുറത്തുനിന്നൊരു ഡിസൈനർ, നയന തന്നെ കമ്പനിയിലെ ഹെഡ് ഡിസൈനറായിട്ട് ജോയിൻ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പം അഭി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെ അങ്ങനെ ഒരിക്കലും ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അഭി പറയാണ് ആദർശ് 1 മണിക്കൂർ സമയമില്ലേ, ഞാൻ എൻ്റെതായ രീതിയിൽ ട്രൈ ചെയ്യാം, ആദർശിൻ്റെ രീതിയിൽ ട്രൈ ചെയ്യുക, അതുപോലെ തന്നെ പവിത്രോട് നമുക്ക് പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജയൻ പറയാണ് എങ്കിലും നിങ്ങൾ നയനയെ കൊണ്ട് ചെയ്യിക്കില്ലല്ലേ, ശരി വേണ്ട, നിങ്ങൾ തന്നെ ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ 2 പേരും അതുപോലെ തന്നെ പവിത്രയും കൂടി ഡിസൈൻസൊക്കെ വരയ്ക്കുന്നുണ്ട്. പവിത്ര ഓഫീസിലിരുന്നും ഇവർ വീട്ടിൽ നിന്ന് ഡിസൈനേഴ്സ് ഇന്ന് തലകുത്തി വരച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ പറഞ്ഞേക്കുന്ന പ്രൊജക്റ്റ് അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. മോഡേണും ട്രഡീഷണലും എല്ലാം ഒത്തിണങ്ങിയതായിരിക്കണം, ഒരുപാട് വെയിറ്റ് ആവാതെ ആയിരിക്കണം, അങ്ങനെ പല ഇത് സജഷൻസ് അവർ പറയുന്നുണ്ട്. അത് ഭയങ്കര ഒത്തിരി പൈസയുടെ ഒരു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത് വിട്ടുകളയാൻ പറ്റില്ല. അങ്ങനെ ആദർശ് അബിയോട് പറയാണ്. ആദർശ് ഹാളിൽ നിന്ന് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുത്തശ്ശനും ജയനും ഒക്കെ കൂടെ അവന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അബി റൂമിൽ പോയിട്ട് അവനും വരയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി അവളോട് ചോദിക്കുകയാണ്, അതായത് അബി നവിയോട് ചോദിക്കുകയാണ് അല്ല നിൻ്റെ അനിയത്തി ഇത്ര നല്ല ഡിസൈൻ വരയ്ക്കും, നിൻ്റെ അമ്മ മുറ്റത്ത് വരച്ച കോലം തന്നെ കണ്ടാൽ മതിയല്ലോ, എന്ത് ഭംഗിയായിട്ട് അവർ വരച്ചത്, നിൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കുള്ള കഴിവ് നിനക്കില്ലേ, നിൻ്റെ അച്ഛൻ എന്ത് മനോഹരമായിട്ട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ, അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലെ 3 പേരും കലാകാരാ, നിനക്ക് മാത്രം ഇതൊന്നും തൊട്ട് കഴിഞ്ഞിട്ടില്ലെന്ന് ചോദിക്കുമ്പം ഞാൻ ഇതുവരെ അച്ഛൻ വരയ്ക്കുന്നിടത്തൊന്നും പോയി ഇരുന്നിട്ടില്ല, അവളാ പോയി ഇരുന്നതൊക്കെ, അമ്മയാണെങ്കിലും വരയ്ക്കുകയൊക്കെ ചെയ്യും, പിന്നെ ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല, ഞാൻ മൂത്ത മോളായതുകൊണ്ട് ഒരുപാട് കൊഞ്ചിച്ച അമ്മേനെ വളർത്തിയത്, അതുകൊണ്ട് തന്നെ ഞാൻ അതിലൊന്നും ഇടപെടാറില്ല എന്ന് പറയുന്നുണ്ട്. നന്നായി, ഇങ്ങനെ നിനക്കിപ്പോൾ ഡിസൈനിങ് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്ത് നീ ആ ഡിസൈനർ ഹെഡായിട്ട് ഇരിക്കത്തില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അത് ശരിയാബി, പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ ഇതിൽ വരച്ചിട്ട് കൂടിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അബി നവ്യയ്ക്കും ഒരു പേപ്പർ കൊടുത്തിട്ട് നീ ഈ പേപ്പറിൽ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ വരച്ച് നോക്ക്, പറ്റുമോ നമുക്ക് നോക്കാമല്ലോ. ദേവയാനി ചെറിയമ്മ പറഞ്ഞതുപോലെ പൊട്ടക്കണ്ട മാവേലിയർ പോലെ സംഭവിച്ചാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് അബിയും നവ്യയും കൂടി വരയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി പോയിട്ട്
മുത്തശ്ശിയും ജാനകിയും കൂടെ കൂടിയിട്ട് നയന അടുക്കളയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും പോയിട്ട് പറയാണ്, മോളെ എന്തായാലും അവർ വരച്ചിട്ട് ശരിയാവാൻ പോണില്ല, അതുകൊണ്ട് എൻ്റെ മോള് തന്നെ പോയിട്ട് ആ ഡിസൈൻ വരയ്ക്കാൻ പറയുമ്പോഴേക്കും നയന പറയാണ്, ഇല്ല ചെറിയമ്മ ഞാൻ വരയ്ക്കില്ല, പണ്ട് പല പ്രാവശ്യം ഇതുപോലെ ഞാൻ ആദർശിനെ സഹായിച്ചിട്ടുണ്ട്, ഇനി സഹായിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. മോളെ ഇത് ആദർശിനെ സഹായിക്കാനല്ല, നമ്മുടെ കമ്പനിയുടെ വർക്കല്ലേ. അപ്പോഴേക്കും നയന പറയാണ്, ഇത്രയും കാലം ഞാൻ ആദർശിനെ വരച്ച് കൊടുത്തില്ലേ, എന്നിട്ട് അതിൻ്റെ ഒരു നന്ദിയെങ്കിലും കാണിച്ചു. ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും ഈ സമയത്ത് ആദർശേട്ടൻ എന്നെയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് വരയ്ക്കാമെന്ന് പറയേണ്ടതല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്, നമ്മുടെയും കൂടെ എൻ്റെയും കൂടെ കമ്പനിയല്ലേ അത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയണം, ഈ മുത്തശ്ശി പറഞ്ഞ മോളെ കേക്ക്, ആദർശൊന്നും അറിയേണ്ട, ആരും അറിയാതെ മോളൊരു ഡിസൈൻ വരയ്ക്കുക, എന്നിട്ട് അവരുടെയൊക്കെ ഡിസൈൻ എന്തായാലും ഫ്ലോപ്പ് ആവും, ആ സമയത്ത് എൻ്റെ മോളെ ഡിസൈനും കൊണ്ട് ചെല്ലണം, അപ്പോൾ എൻ്റെ മോളോട് സ്റ്റാർ ആവാൻ പോണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിക്ക് വേണ്ടി ഞാൻ വരയ്ക്കാം, മറ്റാർക്കും വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പോൾ ആദർശനോട് നല്ല കലിപ്പിലാണല്ലേ. അപ്പോഴേക്കും നയനെ പറയാണ്, പിന്നെ കലിപ്പില്ലാതിരിക്കൂ, ഞാൻ മുറിയിലേക്ക് ചെന്നിട്ടപ്പോഴേക്കും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന കേട്ടപ്പോൾ പറയാ, എനിക്ക് പലതും സംസാരിക്കാൻ കാണും, നീ ഈ മുറി വിട്ട് ഇറങ്ങിപ്പോവാൻ, പിന്നെ ഞാൻ എന്തിനാ അവരോട് സംസാരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത്രയും പ്രാവശ്യം മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടും നയനെ വരയ്ക്കട്ടെ എന്ന് പോലും പറഞ്ഞില്ലല്ലോ. ഡിസൈനർ ഹെഡായിട്ട് എന്നെ നിയമിക്കാമെന്ന് പറഞ്ഞപ്പം അതിന് അവർക്കൊന്നും സമ്മതമല്ലല്ലോ. അങ്ങനെ ഈ 1 മണിക്കൂറിനുള്ളിൽ ഇത്രയും ദിവസമായിട്ട് നടക്കാത്ത കാര്യം അവർ സാധിക്കാൻ പോയല്ലേ, സാധിച്ചോട്ടെ, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ വലിയ ഡിസൈനർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് ഞാൻ വരയ്ക്കുന്നത്, അതിൻ്റെ അച്ഛനും അമ്മേനെ കയ്യിൽ നിന്ന് കിട്ടിയ കഴിവാണ്, അത് ഞാനൊരു ദൈവിക കലയായിട്ടാണ് കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയണം, അതൊക്കെ ഈ മുത്തശ്ശിക്കൊക്കെ അറിയാം, അതുകൊണ്ട് എൻ്റെ മോള് ആരും കാണാതെ പോയി വരച്ചു. ജാനകി പറയാണ്, ഞാനും മീനാക്ഷി ഉണ്ടല്ലോ അടുക്കളയിൽ ജോലി ചെയ്യാൻ, മോളെ മുറിയിലേക്ക് പോയിക്കോളാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ആദർശിൻ്റെ മുറിയിലേക്ക് പോകണ്ട, മോള് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയിക്കോ, അവിടെ പോയിരുന്ന് വർക്ക് ചെയ്തോളാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാരണം വേറൊന്നുമല്ല, ജലജിയൊക്കെ വന്നിട്ട് കണ്ടിട്ട് നയനെ വരയ്ക്കുന്നതിൽ നിന്നും കുറ്റമൊക്കെ പറഞ്ഞിട്ട് അവിടെ മനസ്സിന് നോവിച്ചാലോന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ നയനെ പറഞ്ഞിടുന്നത്. അപ്പോഴേക്കും എല്ലാവരും കേൾക്കാൻ മുത്തശ്ശി പറയാണ്, മോക്ക് വയ്യെങ്കിൽ മോൾ ഇച്ചിരി നേരം പോയിട്ട് റെസ്റ്റ് എടുത്തോ, എന്നിട്ട് ഫ്രഷ് ആയിട്ട് വന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞിട്ട് നയനെ പറഞ്ഞിടുന്നുണ്ട്. ശരിക്കും ഇവരെ ഇനി അവൾ വരയ്ക്കാൻ പോവാണെന്ന് അറിയണ്ട എന്ന രീതിക്കാണ് മുത്തശ്ശി പറഞ്ഞത്. അങ്ങനെ നയന മുകളിലത്തെ നിലയിലേക്ക് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം നയന അവളുടെ ആർട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വന്നിട്ട് അവരുടെ മുറിയിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ ആ ഡിസൈന് എല്ലാവരും വരച്ചതിന് മുമ്പായിട്ട് തന്നെ അവൾ വരച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൾ വരച്ചൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഡിസൈൻ മുത്തശ്ശൻ്റെ തലകാണിയുടെ അടിയിൽ വെച്ചിട്ട് അവൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, ഇപ്പം എങ്ങനെയുണ്ട് മോളെ, ക്ഷീണമൊക്കെ മാറിയെന്ന് ചോദിക്കുമ്പോൾ മാറി മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജാനകിയും മുത്തശ്ശിയും നയനയും കൂടെ നടത്തുന്നൊരു പ്ലാനാണ് കേട്ടോ ഇത്. ഇതൊന്നും അറിയാതെ ബാക്കി ആദർശം തലപുകഞ്ഞ് നവ്യയും ആബിയൊക്കെ വരയ്ക്കുകയാണ്. നവ്യ വരച്ചാണെങ്കിൽ ഒന്നിനും കൊള്ളില്ലാത്ത ഡിസൈൻ കേട്ടോ. ആബി പറയാണ്, ഓ ഇതിലും നന്നായിട്ട് വരയ്ക്കുമല്ലോ, ഇതിലും നന്നായിട്ട് വരയ്ക്കും ആ പവിത്ര എന്ന് പറയുന്നുണ്ട്. അതെന്താ ആബി അങ്ങനെ പറഞ്ഞത്, ഇത് നല്ല ഡിസൈനിലാണ് ചോദിക്കുമ്പം എൻ്റെ നവ്യെ ഏതെങ്കിലും ഒരു കുഞ്ഞു കൊച്ചുകൊണ്ട് പോലും വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കുന്ന ഡിസൈനായത്, ഇതൊക്കെയാണ് വരയ്ക്കേണ്ടത്. അപ്പോഴേക്കും അബിയുടെ ഡിസൈൻ കാണിക്കുമ്പോൾ നവ്യ പറയാണ്, അബി ശരിക്കും നീ നല്ല ടാലൻ്റ് ആട്ടോ, നല്ല രസമാണ് ഈ ഡിസൈൻ, എന്തായാലും ഈ ഡിസൈൻ ഉറപ്പായിട്ട് സെലക്ട് ആകുമെന്ന് പറഞ്ഞിട്ട് നവ്യ അവനെ ഒന്ന് എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദർശ് അവൻ്റെ ഡിസൈനിങ്ങും പൂർത്തീകരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജയനും മുത്തശ്ശനൊക്കെ അടുത്തനുണ്ടാവും. അവർ പറയുന്നുണ്ട്, എന്തായാലും ഈ ഡിസൈൻ ക്ലിക്കാവും, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, അവർ പറഞ്ഞ എല്ലാ മെത്തേഡിലും ഈ ഡിസൈൻ ണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആദർശ് പറയാണ്, നമുക്കും സാധിക്കുമെന്ന് പലരും ഇവിടെ അറിയാനുണ്ടെന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ്, അല്ല നീ ആരെയാ ഒളിഞ്ഞു മറിഞ്ഞു നിന്ന് കുത്തുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ആരെയൊന്നും പറഞ്ഞില്ല എന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഈ ഒരു സംഭവത്തിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അടുത്ത വീഡിയോയുടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകാനാണ് കേട്ടോ. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.